ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു മോഡൽ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 മീറ്റർ ക്ലോത്താണ്, അത്യാവശ്യം വീതിയുള്ള ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ 6.5 ഇഞ്ച് ഷോൾഡറാണ് എനിക്കിവിടെ എൻ്റെ അളവ്. അതിന് ഞാൻ 6.5 ഇഞ്ച് ഷോൾഡർ എടുത്തു. ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ചെസ്റ്റ് എത്രയാണോ അളവ് അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടിയിട്ട് അതെടുക്കുക, അളവെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 8.5 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോളൊക്കെ വരച്ചു കൊടുക്കാം. ആം ഹോള് നമ്മൾ ഫസ്റ്റ് തന്നെ ആം ഹോള് ഒന്നിച്ചാണ് വരക്കുന്നത്. അതിന് ശേഷം നമ്മൾക്ക് ഫ്രണ്ട് ആം ഹോള് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്ക് പോർഷന് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് വരച്ചു വെക്കാം, എന്നിട്ട് ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നമുക്ക് വേറെ തന്നെ കട്ട് ചെയ്യാം. ഷോൾഡർ നമ്മൾ എന്നും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 1 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡർ എപ്പോഴും 1 ഇഞ്ചോളം ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. 11 ഇഞ്ചാണ് കറക്റ്റ്. 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് എടുത്തിട്ട് അതിനുശേഷം 12 ഇഞ്ച് എടുത്തു. അതുപോലെ 12 ഇഞ്ച് 2 ഭാഗത്തും എടുത്തതിന് ശേഷം 2 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് നമ്മൾ കേവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവിടെ 2 ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കേവ് ആക്കിയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മൾ ഷോൾഡർ 1 ഇഞ്ച് ചെരിച്ച് വെട്ടി കൊടുത്തു. ഇനി നമുക്ക് ആം ഹോള് കട്ട് ചെയ്യാം. ഒന്നിച്ചാണ് ആം ഹോൾ കട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആം ഹോള് വേറെ തന്നെ ഫ്രണ്ട് പീസും എടുത്തതിന് ശേഷം നമുക്ക് ആം ഹോളും കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഫ്രണ്ട് നെക്കും നമ്മൾ ഏത് ഷേപ്പാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കതിലെ ബോട്ടം പാർട്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തിനെ കോണായിട്ട് മടക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വീതി മടക്കി, എന്നിട്ട് കോൺ ഷേപ്പിൽ മടക്കിയതിന് ശേഷം അംബ്രല്ല കട്ടൊക്കെ കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മടക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റ് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ് എൻ്റെ ബോട്ടം പാർട്ടിൻ്റെ താഴെ ഭാഗത്തെ ലൂസ് വരുന്നത്. അത് 7 ഇഞ്ച് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് നിർത്തിയിട്ടതിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിൽ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇറക്കം കുറവും ബാക്കിലേക്ക് ഇറക്കം കൂടുതലുള്ള ടൈപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസും കൂടിയും ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിൽ എത്രയാണോ ഇറക്കാൻ വേണ്ടി, ഞാൻ 33 ആണ് ബാക്കിൽ എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ അതിനേക്കാളും ഒരു 5 ഇഞ്ചോളം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കേവായിട്ട് മെഷർമെൻറ്റിൽ വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് വെട്ടിയതിന് ശേഷം കിട്ടിയ ഫ്രണ്ട് ഭാഗമാണ് ഇറക്കം കുറഞ്ഞിട്ട് വരുന്നത്, ബാക്കിൽ ഇറക്കം കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സ്ലീവിനുള്ള കട്ട് ചെയ്യാം. സ്ലീവിന് ഞാനിവിടെ ഒരു പുതിയ മോഡൽ സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം സ്ലീവിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റിൽ അങ്ങ് എത്രയാണോ നമ്മളെ ക്ലോത്തിന് കിട്ടുന്ന അളവാണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ ക്ലോത്തിനനുസരിച്ചിട്ടാണ്. 1 മീറ്റർ ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഈ ഇതിൽ നിന്ന് തന്നെ സ്ലീവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് ഞാൻ ഇതേ അളവ് എടുത്തതിന് ശേഷം അവിടെ വെട്ടിക്കൊടുക്കുകയാണ്. അംബ്രല്ല കട്ടിൽ തന്നെ അവിടെയും അങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. അത് ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും വേണം, പുതിയൊരു മോഡൽ സ്ലീവാക്കി മാറ്റുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കോണിൽ തന്നെ അവിടെയും വെട്ടിക്കൊടുക്കും. എന്നിട്ട് ഇത് രണ്ടും അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലത്തെ 2 സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്ലീവിൻ്റെ കട്ടിങ് സെക്ഷൻ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഞാൻ ഫസ്റ്റ് തന്നെ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. ടോപ്പിൻ്റെ 2 ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക.
എപ്പോഴും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുമ്പം 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. പ്രസ് അടിയും കൂടി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മളെപ്പോഴും പ്രസ് അടി കൊടുക്കണം, അപ്പോഴേ അതിന് ഒരു വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. ഇനി അതിനുശേഷം നമുക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചതിന് ശേഷം മറിച്ച് തയ്ക്കണം. അപ്പോൾ ക്രോസ് പീസ് ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം നെക്ക് നമുക്ക് മടക്കി. അപ്പോൾ നെക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 മീറ്റർ തുണിയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന തുണിയൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് നെക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. ഞാനിവിടെ നെക്കിന് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ്, പക്ഷെ സ്റ്റിച്ചിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഒരു ഭംഗിക്കും വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നെക്കിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് സ്ലീവിൻ്റെ ഇത് ജോയിൻ ചെയ്യാനുണ്ട്. സ്ലീവ് നമ്മൾ 2 പാർട്ടായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പ്രസ് അടിയും കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. പ്രസ് അടി കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗം നല്ല വൃത്തിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സ്ലീവ് നമുക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഞാനിപ്പോൾ എൻ്റെ ക്ലോത്ത് വളരെ കുറവായിരുന്നു, സ്ലീവിന് വേണ്ടിയിട്ട് അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മോഡലാക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും സ്ലീവ് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഷോൾഡറുമായിട്ട് ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ ചെറിയതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കോട്ടൺ ക്ലോത്ത് അല്ല, ഇത് ഷിഫോൺ ടൈപ്പാണ്, ഒരു കട്ടിയുള്ള ഷിഫോൺ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത്, അംബ്രല കട്ടാകുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. താഴ്ഭാഗം അംബ്രല കട്ടാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ചെറുതാക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, സൈഡ് 2ഉം അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ടോപ്പ് പോർഷൻ്റെ സൈഡ് 2ഉം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ബോട്ടം പോർഷന് ആദ്യം നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളൊരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നല്ലോ, അത് ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ ഞാനിവിടെ അതിൻ്റെ മുകളിൽ എൻ്റെ മെഷീനിൽ ഇതേപോലെ കുറേ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ പിക്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട്. ഇതിൻ്റെ കുറേ യൂസസ് ഉണ്ട്. ഈ ഒരു 300ഓളം സ്റ്റിച്ചസ് നമ്മൾക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലൊരു സ്റ്റിച്ച് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത ആ പോർഷനിൽ പ്രസ് അടിക്കുന്നതിന് പകരം ഞാൻ ആ ഒരു ഡിസൈൻ അവിടെ കൊടുക്കുകയാണ്. അപ്പം ഞാൻ സെയിം നൂലുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ വേറെ നൂലുകൊണ്ട് കൊടുക്കുമ്പോൾ ബോറായിരിക്കും. അപ്പം സെയിം നൂലുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോയിൻ പോർഷൻ അറിയാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് അടിച്ചാലും മതി. അപ്പം ടോപ്പ് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോട്ടം പോർഷനും നമ്മൾ ജോയിൻ്റൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും തമ്മിൽ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇവ രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ പോർഷന്, രണ്ടിൻ്റെയും സെൻറ്റർ പോർഷന് നമ്മൾ എടുക്കുക. ടോപ്പ് പോർഷന് നമ്മൾ ഇതേപോലെ സെൻറ്റർ എടുത്തിട്ട് ചെറിയൊരു ക്രോസ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടിൻ്റെയും കറക്റ്റ് സെൻറ്റർ പോർഷൻ എടുത്തതിന് ശേഷം രണ്ടും തമ്മിൽ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മളിത് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണി പൂർത്തിയായി നമ്മളെ ടോപ്പിൻ്റെ. അപ്പോൾ കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ടോപ്പ് പോർഷൻ തന്നെയാണ്. ബോട്ടം പോർഷന് നമ്മൾ ജസ്റ്റ് ഒന്ന് അതുപോലെ ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട പണിയുള്ളൂ. ഇനി നമുക്ക് അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അംബ്രല്ല ടൈപ്പ് ആകുമ്പം തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ 2 മടക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സ്ട്രെയിറ്റ് ക്ലോത്ത് അല്ല ഇത് അംബ്രല്ല ഇതാവുമ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് വരും. എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടില്ല. ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടോപ്പ് തന്നെ ആയിട്ടുണ്ട്. മോൾക്ക് ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടോപ്പ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. കുറച്ച് തുണിയും മതി. 1 മീറ്റർ തുണി കൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. വീതിയുള്ള തുണിയാണെങ്കിൽ 1 മീറ്റർ ധാരാളം മതി. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.